ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ത്രീകൾക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്നാണ്. സ്ത്രീകൾ പൊതുവേ എല്ലാവരും അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. അടുക്കളയിൽ കയറാത്ത ഒരു ദിവസം പോലും സ്ത്രീകൾക്ക് കാണില്ല. അപ്പം നമുക്ക് അടുക്കള ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരുന്ന അന്നത്തെ ദിവസം പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും പറയുന്നതല്ല, സത്യമാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ അടുക്കള ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാനും ജോലി ചെയ്യാനും എല്ലാം നല്ല എനർജി ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ്, എൻ്റെ അപേക്ഷിച്ച് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് ഞങ്ങൾ 2 പേര് കൈകാര്യം ചെയ്യുന്ന അടുക്കളയാണ്. അതായത് എൻ്റെ അമ്മായിയമ്മയും ഞാനും. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചാൽ നടക്കുന്ന കാര്യമല്ല. എങ്കിലും പരമാവധി ഞാൻ ക്ലീൻ ചെയ്തിടാറുണ്ട്. എനിക്കാവുന്ന പോലെ തന്നെ ഞാൻ പരമാവധി ക്ലീൻ ചെയ്ത് തന്നെയാണ് എല്ലാ അടുക്കളയും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ അടുക്കളയൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങി ഒരു ദിവസമാണ് ഇന്നത്തേത്. എല്ലാ വട്ടവും നമ്മൾ ജോലിയെല്ലാം കഴിയുമ്പോൾ ആ സൈഡ് ഉള്ള ഭാഗങ്ങളിലൊന്ന് ക്ലീൻ ചെയ്ത് പോകും എന്നല്ലാതെ എല്ലാ പാത്രങ്ങളും എടുത്ത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അന്നേരം ഉള്ളത് ക്ലീൻ ചെയ്ത് പോകും എന്നുള്ളതല്ലാതെ നമ്മൾ എല്ലാവരും പൊതുവേ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും അങ്ങനെ ഡീപ്പായിട്ട് ക്ലീനിങ്ങോ അങ്ങനെയുള്ള പരിപാടികളൊന്നും കാണില്ല. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പൊടികളൊക്കെ ഉള്ളത് അന്നേരം ക്ലീൻ ചെയ്തങ്ങ് പോകും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ. ക്ലീനിങ്ങിനും ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ. അത് പിന്നീട് അറിയിക്കാം. അപ്പോൾ ഈ എനിക്കെന്ന് പറയുന്നത് ഇതേപോലെ കുറച്ച് ബക്കറ്റിൽ ആണ് സാധനങ്ങളെല്ലാം ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. കൊച്ചു ബക്കറ്റുകളാണ്. അപ്പോൾ അതിൽ കൊള്ളാവുന്ന രീതിയിലുള്ള സാധനങ്ങളെ എല്ലാത്തിലും ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഇരിക്കുന്ന മിക്കവാറും ഉള്ളതിനകത്തെല്ലാം സാധനങ്ങളുണ്ട്. പിന്നെ ചില അതിനകത്തേ ഉള്ളൂ പാത്രങ്ങൾ, കൊച്ചു പാത്രങ്ങൾ, ടിന്നുകളുള്ളത് അതിനകത്തിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളതിലെല്ലാത്തിലും സാധനങ്ങളുണ്ട്. നമ്മുടെ മുളക് പൊടിയായാലും മല്ലിപ്പൊടിയായാലും ഗോതമ്പ്, പിന്നെ പലചരക്ക് സാധനങ്ങൾ, അരിപ്പൊടി, അങ്ങനെ പല സാധനങ്ങളും അതിനകത്തെല്ലാം ഉണ്ട്. പുളി, ഉപ്പെല്ലാം വേറെ പാത്രത്തിൽ, പുളി വേറെ പാത്രത്തിൽ, അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തവും അന്നേരം നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടു അടച്ചങ്ങ് വെക്കുമെന്നല്ലാതെ ഞാൻ അങ്ങനെ ക്ലീനാക്കി വെക്കുക അങ്ങനെയൊന്നും വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും പൊടിയും അഴുക്കും എൻ്റെ അടുക്കളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അതുപോലെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേന് അത്രയ്ക്ക് കുഴഞ്ഞായിരുന്നു. അതേപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ബക്കറ്റുകളെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നമ്മൾ എല്ലാ പാത്രങ്ങളും അന്നേരം ക്ലീൻ ചെയ്ത് വെക്കാമെങ്കിൽ, അതായത് നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അന്നേരം ക്ലീൻ ചെയ്ത് വെക്കാമെങ്കിൽ ഇത്രയും പാട് വരില്ല എന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. നമ്മുടെ ഒരു പാത്രത്തിൽ നമ്മളൊരു സാധനം എടുക്കുമ്പോൾ അതിനകത്തൊരു ഇച്ചിരി പൊടി വീണാലും നമ്മളത് പോട്ടേന്ന് പറഞ്ഞങ്ങ് വെക്കും. ഞാനങ്ങനെയാണ്. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി അത് ഇത്രയും വലിയ പണിയാകുമെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ പാത്രങ്ങളെല്ലാം പറക്കി ഒതുക്കി ഞാൻ എല്ലാം ബക്കറ്റുകളെല്ലാം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ കൊച്ചു സാധനങ്ങൾ, അതായത് നമ്മുടെ ഉഴുന്ന്, മുളക് പൊടി, ഉഴുന്ന്, തോരൻ പരിപ്പ്, അതായത് അതേപോലെ കടല, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന പാത്രങ്ങൾ, ടിന്നുകളെല്ലാം മേളിൽ നിന്ന് എടുത്ത് അതിലൊന്നും വലിയ പൊടികളൊന്നുമില്ല. കാര്യം ഞാൻ മാസം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് തന്നെയാണ് അതിനകത്തേക്ക് ഇടുന്നത്. അതുകൊണ്ട് അതിനകത്തൊന്നും വലിയ രീതിയിലുള്ള പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് തുടച്ച് വെക്കുന്നുണ്ട്. തുടച്ച് വെച്ചത് ഇത് ഞാൻ മീഷോയിൽ നിന്നും വാങ്ങിച്ച ഒരു സെറ്റായിട്ട് ഞാൻ വാങ്ങിച്ച ടിന്നുകളാണ്. ഈ ടിന്നുകൾ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ടിന്നുകളായിരുന്നു. പക്ഷേ എനിക്ക് അബദ്ധം പറ്റി. ഞാനിത് എൻ്റെ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ എൻ്റെ വീട് പണി തുടങ്ങുന്ന സമയത്ത് അത് കഴിഞ്ഞ് 2 കൊല്ലം നിന്ന് ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ചപ്പോൾ. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് അവിടെ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, നമ്മൾ എടുക്കാതെ വെച്ചിരുന്നത്. അപ്പം പാല് കാച്ച് കഴിഞ്ഞ് പിറ്റേന്ന് എല്ലാം ക്ലീൻ ചെയ്ത വഴിക്ക് ഇതൊന്നെടുത്ത് ഞാൻ വെളിയിലോട്ട് വെച്ചിരുന്നു. അത് വെയിൽ കൊണ്ട് ഒത്തിരി ടിന്നുകൾ, കുറച്ച് 4-5 ടിന്നുകൾ മൊത്തത്തിൽ ഉരുകി പന്നലായിപ്പോയി. അത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ പോയി. അപ്പോൾ ഇതിനെല്ലാം ചെറിയൊരു വളവ് വന്നിട്ടുണ്ട്. എങ്കിലും എല്ലാത്തിനും എല്ലാം കുറച്ച് 3-4 എണ്ണത്തിന് ചെറിയൊരു വളവ് വന്നിട്ടുണ്ട്. എങ്കിലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. നമുക്കിനി ഓണത്തിന് നല്ല 5-6 ബൗൾ ടിന്നുകൾ വാങ്ങിച്ച് ഇട്ട് വെക്കാം എന്ന് വിചാരിച്ചു. ഓണം വരെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്
അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റാൻഡ് പണിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും ഒക്കെ നമുക്ക് നമ്മൾ പാലുകാച്ചിയ സമയത്ത് കബോർഡ് വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട് വെച്ച സമയത്തെ കബോർഡ് വെക്കണമെന്ന്. പക്ഷേ കബോർഡിനുള്ള സാമ്പത്തിക അവസ്ഥ മോശമായതുകൊണ്ട് നമ്മൾ വെച്ചില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ ബാത്റൂമിൻ്റെ കതക് ചെയ്യാൻ വന്ന ആളിനെ കൊണ്ട് ഞാനിങ്ങനെ ഗ്ലാസ് വെപ്പിച്ചതാണ്. അപ്പോൾ അതിലേക്ക് എല്ലാ സാധനങ്ങളും പാത്രങ്ങളെല്ലാം ടിന്നുകളെല്ലാം അതേപോലെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ മുളക് പൊടി നമ്മുടെ കുറച്ച് കൊച്ചു സാധനങ്ങൾ കടുക് മഞ്ഞൾ അതേപോലെ ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വാങ്ങിച്ച സ്റ്റാൻഡാണിത്. ഈ സ്റ്റാൻഡ് ഇതേപോലെ മീഷോയിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങാണ്ട് വാങ്ങിച്ചത്. ഏതാണ്ട് തുച്ഛമായ വിലയുള്ളൂ 240 260 അങ്ങാണ്ട് റേറ്റിന് ഞാൻ 2 വാങ്ങിച്ചതാണ്. ഇതോ ഒരെണ്ണം മറ്റേ കോർണറിൽ വെക്കുന്ന ഒരു സംഭവം കൂടി. അപ്പോൾ അതിൽ അങ്ങനെ അത് 2 വാങ്ങിച്ചിട്ട് ഈ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് മേടിച്ച സാധനങ്ങളാണ്. ഒത്തിരി നാൾ അല്ലാതിരുന്നതാണ്. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കൂട്ടത്തിനകത്ത് കോർണറിൽ വെക്കുന്നതിനകത്ത് നമ്മുടെ ചപ്പാത്തി പലക, ഗ്ലാസ്സുകൾ, കുപ്പി ഗ്ലാസ്സുകൾ എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് എല്ലാം അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ നമ്മളത് പറക്കി വെച്ചു. അതിനുശേഷം മറ്റേ സ്റ്റാൻഡും എടുത്ത് വെച്ച് മറ്റേ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതിൽ കൊച്ചു ഐറ്റംസ് നമ്മുടെ കടുക് അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കോർണറിൽ വെക്കുന്ന ആ സ്റ്റാൻഡ് ഞാൻ ഇപ്പുറത്തെ കോർണറിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്കത് ബോധിക്കാഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് ഇപ്പുറത്തോട്ട് എടുത്തത്. പഴയതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് അതേപോലെ തന്നെ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ പൊടികളെല്ലാം ആ ടിന്നുകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെ എല്ലാം പറക്കി ഒതുക്കി അത് വെക്കേണ്ടടുത്തെല്ലാം വെച്ച് സ്ഥാനമെല്ലാം വെച്ചതിന് ശേഷം വേണ്ടാത്ത എല്ലാം കൊണ്ടുവന്ന് ഞാൻ മാറ്റി വെക്കാനടുത്ത് നമുക്ക് കഴുകി പ്ലാസ്റ്റിക് പറക്കാൻ വരുമ്പോൾ അവർക്ക് കൊടുക്കാമെങ്കിൽ അവരെടുത്തോളും ടിന്നുകളെല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മണി പ്ലാന്റുകൾ വെക്കുന്ന ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലാണ് എൻ്റെ ഓവനൊക്കെ ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. ഓവൻ, ഇൻഡക്ഷൻ കുക്കറെല്ലാം ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഓവൻ ഒന്നെടുത്ത് മാറ്റി അതിൻ്റെ കീഴെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ ഓവൻ വാങ്ങിച്ചിട്ട് നമ്മുടെ പാല് കാച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓവൻ വാങ്ങിച്ചത്. അതിന് മുമ്പ് വരെ എനിക്ക് ഓവൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഓവനാണ്. ഇതുവരെ അതിന് വേണ്ടിയൊന്നും ഞാൻ പിസ്സ ഉണ്ടാക്കി, പിന്നെ പപ്സ് ഉണ്ടാക്കി, അങ്ങനെയുള്ള കേക്കുകൾ. പിന്നെ എനിക്ക് കേക്കിൻ്റെ ഇതുണ്ടായതുകൊണ്ട് കേക്കും അതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയും വൃത്തിയാക്കി. അപ്പോൾ ആ ഓവൻ്റെ മേളിൽ ഇരിക്കുന്ന ബൗളെന്ന് പറയുന്നത് ഓവൻ്റെ കൂടെ കിട്ടിയതാണ്. അതിനകത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ബൗൾ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് അതേപോലെ തന്നെ അങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ അവിടെ ഗ്യാസിൻ്റെ അടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ തറയിൽ അവിടെ നിന്ന് വന്ന പൊടികളും എല്ലാം വാരിയിട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്തുവാരി മാറ്റിയതിന് ശേഷം അപ്പുറത്തെ അടുക്കളയിലൊക്കെ നമ്മുടെ വീട്ടിലെ അടുക്കളയെന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ്. മിക്കവാറും എല്ലായിടും ഇപ്പം വർക്ക് ഏരിയ, മെയിൻ അടുക്കള അങ്ങനെ 2 പാർട്ടായിട്ടായിരിക്കും എല്ലായിടും. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ 2 പാർട്ടായിട്ടാണ് അടുക്കള വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ അടുക്കളയിലാണ് നമ്മുടെ വിറകടുപ്പും, ഇപ്പുറത്തെ അടുക്കളയിൽ ഗ്യാസും, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ അടുക്കളയിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അടുക്കളയിലെ ജോലി നടക്കുന്നുണ്ട്. അടുക്കളയിൽ നമ്മുടെ അരി അടപ്പേ കിടക്കുകയാണ്. ഞാനത് മറന്നു പോവുകയും ചെയ്തു. പിന്നെ അത് രണ്ടാമത് ഞാൻ പിന്നെ പോയി കത്തിച്ച് തിളപ്പിക്കുകയൊക്കെ ചെയ്തു ഞാൻ. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് ഈ അടുക്കളയിൽ നിന്നല്ല, എന്തൊരു ജോലിക്ക് ഇറങ്ങിയാൽ അടുക്കളയിൽ പരിപാലിക്കുമ്പം അങ്ങനെ ഇതില്ല. അല്ലാതെ എന്ത് ജോലിക്ക് ഇറങ്ങിയാലും ഒരാളും റെസ്റ്റ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ എല്ലാത്തിനും ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ താഴെ ഒത്തിരി ഉപയോഗിക്കാത്ത നമ്മുടെ ഒത്തിരി തവികൾ, സ്പൂണുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം പറക്കിയിട്ട് അവനോട് കഴുകാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം വൃത്തിയായി കഴുകി അയാൾ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവിടെ കിടന്ന് ഓടുന്നത്. പിന്നെ ആ പരിസരത്തോട്ട് വന്നിട്ടില്ല. ഞാൻ ജോലി ഏൽപ്പിക്കുമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ആ പാത്രങ്ങൾ, ആ സ്പൂണുകളെല്ലാം നല്ല ഭംഗിയായിട്ട് കഴുകി വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു സ്റ്റാൻഡൊന്നും എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കഴുകണം എന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ അത് വെളിയിൽ കൊണ്ടുപോയി കഴുകാൻ പറ്റിയില്ല. ഭയങ്കര വെയിൽ. അത് കാരണം വെളിയിൽ
കൊണ്ടുപോയി കഴുകിയില്ല. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ താഴെ അവിടെ അതിനു വേണ്ടി അഴുക്കൊന്നുമില്ല, നമ്മൾ തുടച്ച് ക്ലീനാക്കി തന്നെയാണ് ഇടുന്നത്. പിന്നെ അവിടെ താഴെ ആ ഗ്ലാസ് ഇരിക്കുന്ന ഭാഗം ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊന്ന് സോപ്പിട്ട് നല്ല പോലെ സോപ്പിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെടുത്തു. അതിനുശേഷം മറ്റേ താഴെ ഇരിക്കുന്ന ഗ്ലാസ്സുകളെല്ലാം പറക്കി ഒതുക്കി അതിൻ്റെ മേളിൽ തന്നെ വെച്ചു. അങ്ങനെ സോപ്പ് ഉള്ളതെല്ലാം പോകണമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനകത്ത് അതിന് വേണ്ടി അഴുക്കുകളൊന്നും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിത്രയും ക്ലീനാക്കി വെച്ചു. ഈ ഒരുപാട് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിലും നമുക്ക് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭ്രാന്ത് കയറും. പിന്നെ അങ്ങ് ഫുള്ള് ക്ലീനിങ് ആയിരിക്കും. ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തിയാണെങ്കിൽ പോലും പിന്നെ ഇട്ടങ്ങ് ക്ലീൻ ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ഇത്രയും ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ആ ജനലിൽ അവിടെ ഇരിക്കുന്ന ചെടി, അതും മണി പ്ലാന്റ് ആണ്. അത് ഒരു വെള്ള കളറ് ലീഫുള്ള ഒരു മണി പ്ലാന്റ് ആണ്. അത് നല്ലൊരു മണി പ്ലാന്റ് ആണ്, വലിയ ഇലയുമാണ്. അപ്പോൾ അതിൻ്റെ ആ പോട്ടൊന്ന് ഞാനൊന്ന് കഴുകി വച്ച് അതിന് ശേഷം മിക്സി എല്ലാം ഒന്ന് തുടച്ച്, ഇന്നത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം അരപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുടച്ച് വെച്ചില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് ആ ഭാഗങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ആ മേളിലത്തെ ഭാഗം മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ കീഴിലാണ് നമ്മൾ ഈ അടുപ്പിൽ വെക്കുന്ന, അതായത് ഈ അടുപ്പിൽ വെക്കുന്ന കരിയുള്ള പാത്രങ്ങളെല്ലാം ഇവിടെയാണ് നമ്മൾ കമത്തി വെക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കരിയും കാര്യങ്ങളൊക്കെ കൊണ്ട്, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി, ആ കരിയെല്ലാം ഒന്ന് പോകാനായിട്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കി. ഞാൻ ഈ ഭാഗം കൂടെ ഞാൻ തുടയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ കരി ഇങ്ങനെ പറ്റി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വല്ലാതിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ കൂടെ ഞാൻ തുടയ്ക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ ഒത്തോണം വലിയ കരിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകഴിഞ്ഞ് അവിടെ നിന്ന് എടുത്ത പാത്രങ്ങളെല്ലാം ഒന്ന് കമത്തി വെച്ചു. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് ടിന്നുകൾ, അതായത് നമുക്ക് അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറികൾ കൊണ്ടുപോകാനോ എടുക്കാനോ ഒക്കെ ആയിട്ട് ഒത്തിരി ടിന്നുകളാണ് ഇവിടെ. ടിന്നുകൾ മുഴുക്കുന്നില്ല, അങ്ങനെയുള്ള ടിന്നുകളാണ് ആ ബൈൻഡിൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്രയൊന്ന് വൃത്തിയാക്കി തൂത്ത് വാരിയിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കൊച്ചടുക്കള ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മളവിടെ എല്ലാം ക്ലീനാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അടുക്കള ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ക്ലീൻ ആക്കിയതും എടുത്തതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.